വിശേഷം? ഇവന്മാരെ കണ്ടോ എങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് ട്രിക്കൻസ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി വെച്ചാൽ മതി. ഇനി ചപ്പാത്തി പരത്താൻ അറിയില്ല എന്നിട്ട് ഇതുണ്ടാക്കാതിരിക്കേണ്ടാരും കൈ വെച്ചിട്ടൊന്ന് ഇതേപോലെ ചെയ്തെടുത്താലും കിട്ടും. അപ്പോൾ നമ്മൾ ഒരു നോട്ട്ബുക്ക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ടാബിൾ വെച്ചാൽ ഇത് ഫുള്ളൊന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ കുറച്ച് എന്തെങ്കിലും പൗഡറോ മറ്റും ഇട്ടിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നതെന്നില്ലേ അത് നമുക്കൊരു A4 പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ മേലിൽ വെച്ചിട്ട് വരയ്ക്കുക. എന്നാ വെച്ചാൽ നമ്മൾ തന്നെ ആയിട്ട് എന്തിനാണ് വെറുതെ നമ്മുടെ ക്ലേ കൊളാക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ ഒന്ന് എടുക്കാം കേട്ടോ. ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്രാക്സൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തും വെള്ളം വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ക്ലേനൊന്ന് നീട്ടിയെടുക്കണം. എന്നിട്ട് ഒരേ അളവിൽ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരേ അളവിൽ. എന്നിട്ട് ഇത് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ച ഷേപ്പ് അതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് അമർത്തിയിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് ഫില്ലാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു പ്രോസസ്സിൽ വെള്ളം വെച്ചിട്ടൊന്ന് സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ക്രാക്സൊക്കെ വിട്ടുപോകുന്നതായിരിക്കും. എന്നിട്ട് ഇതൊക്കെ വണ്ടിയൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. നല്ല ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആവാതെ പെയിൻ്റ് അടിക്കാൻ പാടില്ല. പെയിൻ്റ് അടിച്ചാൽ ആ ഒരു ക്ലേയും പെയിൻറ്റും കൂടി മിക്സ് ആവും കേട്ടോ, അപ്പോൾ കൊളാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് വണ്ടി വെക്കുന്നുണ്ട് ഉണങ്ങാൻ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങില്ല, അപ്പോൾ 2 ഡേയ്സൊക്കെ വരും. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത് തൊട്ട്. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ആക്രിലിക് പെയിൻ്റാണെന്ന് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് യെല്ലോ ആണ് കേട്ടോ കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ യെല്ലോ വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റും യെല്ലോവും മിക്സ് ചെയ്തിട്ടൊരു പേസ്റ്റിൽ യെല്ലോ പോലെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കളറാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കുക. അപ്പുറത്തെ ഭാഗത്തും ഡ്രൈ ആവാൻ വെക്കണം. എന്നിട്ട് ഈ ഒരു ടെഡ്ഡി ബിയർ അപ്പോൾ ഞാൻ അടുത്ത ടെഡ്ഡി ബിയറിനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാവാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം. ചിക്സും ടെഡ്ഡി ബിയറും ആണ് കേട്ടോ. അപ്പോൾ ടെഡ്ഡി ബിയർ കണ്ടിട്ട് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ചിക്സും ടെഡ്ഡി ബിയറാണ്. എന്നിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഈ ടെഡ്ഡി ബിയറിനും കൊടുക്കുന്നത്. ബ്രൗൺ കളറില്ലേ, ബ്രൗൺ കളറിലേക്ക് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ കിട്ടും ടെഡ്ഡി ബിയറിന്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഉണങ്ങാൻ വെക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പശയില്ലേ ഗം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വെക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ചിക്സിന് മൂക്കും 2 കാലും വെച്ചെടുക്കുന്നുണ്ട്. ക്ലേ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതും നമുക്ക് വെച്ചെടുക്കാം. ആ ഒരു ചുണ്ട് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു വെക്കുമ്പോൾ. അപ്പോൾ കാലത്ര ഉണങ്ങി കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലെസ്കിക്കോ സൂപ്പർ ഗ്ലൂവുമായിട്ട് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ണും നമ്മുടെ കുറച്ച് ബ്ലഷ് ഇട്ടെടുക്കുന്നുണ്ട്. ക്യൂട്ടാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ കണ്ണും വരച്ചു, പിന്നെ കുറച്ച് ബ്ലഷും ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാം. വാർണിഷ് ഇല്ലെങ്കിൽ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാം. അതും ഇല്ലെങ്കിലുള്ളതാണ് നമ്മുടെ ഫെവിക്കോൾ നമ്മൾ വെള്ളത്തിൽ മിക്സ് ആക്കില്ലേ, അതേപോലെ ഞാൻ ടെഡ്ഡി ബിയറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിപ്സിന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കുക. ചിപ്സിന് ഞാൻ അതേപോലെ ചുണ്ട് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ചെവി എടുത്ത് ഞാൻ വൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ണ് വരച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലഷ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.